എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 25-ാം തീയതിക്ക് ശേഷം നൽകാവുന്നതാണ്. hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷകൾ സ്വന്തമായിട്ടോ അതല്ലെങ്കിൽ അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ആർക്കൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇത് HSCയുടെ സപ്ലിമെൻ്ററി ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റോ സെക്കൻഡ് അലോട്ട്മെൻറ്റോ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റോ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റോ തേർഡ് അലോട്ട്മെൻറ്റോ നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ നിലവിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നതല്ല. നിങ്ങൾക്ക് സ്കൂൾ കോഴ്സ് മാറണമെങ്കിൽ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ ഒരു മാനേജ്മെൻറ്റ് കോട്ട, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ട എന്നിങ്ങനെയുള്ള കോട്ടകൾ, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട, MRS കോട്ട എന്നിങ്ങനെയുള്ള കോട്ടകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും അതുപോലെ തന്നെ അഡ്മിഷൻ നേടുകയും ചെയ്ത വിദ്യാർത്ഥികൾ, അതുപോലെ മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട എന്നിവയിൽ അലോട്ട്മെൻ്റ് അല്ല, നിങ്ങൾ നേരിട്ട് പോയിട്ട് അഡ്മിഷൻ നേടിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും യാതൊരു കാരണവശാലും ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു ജില്ലയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതായത് നിങ്ങളിപ്പോൾ കോഴിക്കോടാണ് ഇപ്പോൾ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ തിരുവനന്തപുരത്ത് അപ്ലൈ ചെയ്യണമെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം. അതായത് മറ്റൊരു ജില്ലയിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ മാനേജ്മെൻറ്റ് കോട്ട അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ ഏത് ജില്ലയിലാണോ അഡ്മിഷൻ നേടിയത് ആ ഒരു ജില്ലയിൽ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കാനായിട്ട് പറ്റുന്നതല്ല. ഇനി ആർക്കൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് എന്നിങ്ങനെയുള്ള അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, എന്നാൽ അപേക്ഷയിലെ തെറ്റ് കാരണം നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും അഡ്മിഷൻ തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിച്ചു എന്നാൽ സ്കൂളിൽ പോയ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡോക്യുമെൻറ്റിൻ്റെ മിസ്സിംഗ് കാരണം അഡ്മിഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റിയിട്ടില്ല, അതായത് ചിലപ്പോൾ SSLC സേ പരീക്ഷ ചെയ്ത വിദ്യാർത്ഥികളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ VHSCയിൽ മാത്രം അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ VHSCയിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് HSCയിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കാരണം ഇത് രണ്ടും രണ്ട് വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് HSCയിൽ അപേക്ഷ സമർപ്പിക്കുന്നതിന് യാതൊരു വിധത്തിലുള്ള പ്രോബ്ലം ഇല്ല. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിച്ചിട്ടും അപേക്ഷയിലെ തെറ്റ് കാരണം നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്ക് ഈ ഒരു +1ൻ്റെ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് HSCAP വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ SWS, ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS, അതുപോലെ തന്നെ ഗെറ്റ് യൂസർ നെയിം ഓർ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നിങ്ങനെയൊക്കെയുള്ള ലിങ്കുകൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഏത് കോട്ടയിലേക്കാണോ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് അതിൻ്റെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആദ്യം തന്നെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ലിങ്ക് വഴി നിങ്ങളുടെ ആപ്ലിക്കേഷൻ, അതായത് നിങ്ങൾ പുതുതായിട്ടൊരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിലധികം ജില്ലയിലേക്ക് അപേക്ഷിക്കാം. ഓരോ ജില്ലയിലേക്കും ഓരോ കാൻഡിഡേറ്റ് ലോഗിൻ അങ്ങനെയെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഓരോ ജില്ലയിലേക്കും സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അങ്ങനെ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അപേക്ഷ HSCAP വഴി, അതായത് ഹയർ സെക്കൻഡറി വെബ്സൈറ്റിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ, അതായത് HSCയിൽ നിങ്ങൾ ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. സ്വന്തമായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ അറിയാത്ത വിദ്യാർത്ഥികൾ അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ സമർപ്പിക്കുമ്പോൾ അപേക്ഷയിൽ യാതൊരുവിധ കാരണവശാലും തെറ്റുകൾ വരാൻ പാടില്ല. കാരണം ഇനി എഡിറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അപേക്ഷയിൽ യാതൊരു തെറ്റുകളും വരുത്താതെ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം പിന്നീട് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയിൽ വേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് വേക്കൻസി ലിസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷനുകൾ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്ക് മുഖേന ലോഗിൻ ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുത്ത് ലോഗിൻ ചെയ്ത ശേഷം, അപ്പോൾ വിദ്യാർത്ഥികൾ അപേക്ഷിച്ച് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയിലെ ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ചില സമയത്ത് നിങ്ങളോട് സെൻഡ് OTP ഓപ്ഷൻ ചോദിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷമാണ് എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോവുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾ അവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ അപേക്ഷയിൽ കൊടുത്ത എല്ലാവിധ ഡീറ്റെയിൽസും കാണാം. അപ്പോൾ അതിൽ ഏതെങ്കിലും വിവരങ്ങൾ തെറ്റുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് വായിച്ച് നോക്കുക. അത് കാറ്റഗറി, കാസ്റ്റ്, റിലീജിയൻ, അതുപോലെ എന്തെങ്കിലും വിവരങ്ങൾ തെറ്റുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഒന്നും തെറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ അങ്ങനെ അവസാനം നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പേജിലേക്ക് വരും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വേക്കൻസി ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത
അതനുസരിച്ച് വേക്കൻസി നോക്കിയിട്ട് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വേക്കൻസി നോക്കിയിട്ട് ഓപ്ഷനുകൾ കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിൽ തെറ്റ് കാരണം, അതായത് ചില രക്ഷിതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ മകൾ അല്ലെങ്കിൽ മകൻ്റെ ആ ഒരു കാസ്റ്റ് അല്ലെങ്കിൽ കാറ്റഗറി തെറ്റിപ്പോയി, അതല്ല പഞ്ചായത്ത് തെറ്റിപ്പോയി, ഇതുപോലുള്ള കാരണം കൊണ്ട് സ്കൂളിൽ നിന്ന് അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു ലിങ്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ജില്ല കൊടുക്കുക, ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ഫോർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്ക് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങളോട് സെൻഡ് OTP ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ സെൻഡ് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ആ ഒരു സെൻഡ് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും, അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം സബ്മിറ്റ് ചെയ്യുക. ഈ ഒരു OTP എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത ആൾ തന്നെയല്ലേ ഈ ഒരു ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, അതിനുശേഷം നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ പേജല്ല എഡിറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉൾപ്പെടെ എല്ലാവിധ ഡീറ്റെയിൽസും കാണാം. അവിടെ നിങ്ങൾ ചില വിദ്യാർത്ഥികൾക്ക് കാറ്റഗറി ആയിരിക്കും തെറ്റിയുണ്ടാവുക, ചില വിദ്യാർത്ഥികൾക്ക് പഞ്ചായത്തായിരിക്കും തെറ്റിയുണ്ടാവുക, അതുപോലെ ഓരോ വിദ്യാർത്ഥികൾക്ക് EWS സർട്ടിഫിക്കറ്റ് ഇല്ലാതെ yes എന്ന് കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ പലതരത്തിലുള്ള തെറ്റുകളുണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റുകൾ വന്നിട്ടുള്ളത് അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് എഡിറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യുക. അങ്ങനെ എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത ശേഷം പിന്നീട് സബ്മിറ്റ് ചെയ്ത് ഓരോ സ്റ്റെപ്പിങ്ങനെ പോകുന്ന സമയത്തും എവിടെയെങ്കിലും തെറ്റുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ടതാണ്. കാരണം പിന്നീട് ഇനി എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ പിന്നീട് ഉണ്ടാവില്ല. അതുപോലെ പിന്നീട് വീണ്ടും അപേക്ഷിക്കാനുള്ള ഒരു സൗകര്യം പിന്നീട് ലഭ്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ച ശേഷം നിങ്ങൾ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് പിന്നീട് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനുള്ള ഭാഗം വരുന്നതാണ്. അപ്പോൾ ഓപ്ഷൻ നൽകാനുള്ള ഭാഗത്ത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ അതായത് ഏത് സ്കൂളിൽ ഏത് കോഴ്സിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. വേക്കൻസി ലിസ്റ്റ് അനുസരിച്ച് മാത്രമാണ് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേക്കൻസി ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് ഒക്കെ കൊടുത്ത ശേഷം നിങ്ങൾ സേവ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു പ്രിവ്യൂ പേജ് എത്തും. പ്രിവ്യൂ പേജ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഇളമ്പച്ച കളറിലാണ് ആ ഒരു പേജ് ഉണ്ടാവുക. അതിൽ നിങ്ങൾ കൊടുത്ത എല്ലാവിധ ഡീറ്റെയിൽസും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ വിവരങ്ങളുടെ നേരെയും കൃത്യമായിട്ട് എഡിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എഡിറ്റ് ചെയ്യാനുള്ള ഒരു പെൻസിൽ ഐക്കണോടുകൂടി ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും വിവരത്തിൽ തെറ്റുണ്ട് അല്ലെങ്കിൽ പുതുതായിട്ട് ഏതെങ്കിലും കുറച്ച് ഓപ്ഷൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിന് നേരെയുള്ള, അതായത് ഓപ്ഷൻ്റെ ആണെങ്കിൽ അതിന് നേരെയുള്ള ആ ഒരു പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതായത് ഒരു പച്ച ബട്ടൺ ആയിരിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതും. അതിനുശേഷം നിങ്ങൾ കൃത്യമായിട്ട് ഒന്നുകൂടി പ്രിവ്യൂ പേജിലേക്ക് വീണ്ടും നിങ്ങൾ ആ ഒരു രീതിയിൽ സബ്മിറ്റ് ചെയ്ത് എത്തും. അപ്പോൾ അങ്ങനെ ഒന്നുകൂടി ചെക്ക് ചെയ്യുക ഏതെങ്കിലും വിവരം തെറ്റിയിട്ടുണ്ടോ, കാറ്റഗറി അല്ലെങ്കിൽ പഞ്ചായത്ത്, പേര്, അതുപോലെ എന്തെങ്കിലും ചെറിയ ഡീറ്റെയിൽസ് പോലും തെറ്റിയിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക. കാരണം വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷനുകളൊക്കെ നൽകിയത് മതിയോ, വേക്കൻസിക്ക് അനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഉറപ്പുവരുത്തി എല്ലാം ഓക്കെ ആണെങ്കിൽ അവസാനം നിങ്ങൾക്ക് ഒരു ഡിക്ലറേഷൻ ബട്ടൺ ഉണ്ട്, അതായത് ഒരു ചെക്ക് ബോക്സ് ആണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ടിക്ക് മാർക്ക് വരും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ആപ്ലിക്കേഷൻ വീണ്ടും എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ വേക്കൻസി അനുസരിച്ച് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഓപ്ഷനുകൾ നൽകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ നൽകിയ ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആവും. അങ്ങനെ അത് കൺഫർമേഷൻ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആവും. പിന്നീട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമൊന്നും ഉണ്ടാവില്ല. പിന്നീട് സപ്ലിമെൻ്ററിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാവുന്നതും അതിനുശേഷം അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ കിട്ടിയിട്ടുള്ള സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതുമാണ്. ഇതിനുശേഷം പിന്നീട് സെക്കൻഡ് ട്രാൻസ്ഫർ വരുന്ന സമയത്ത് അതിന് അപ്ലൈ ചെയ്ത് സ്കൂൾ അല്ലെങ്കിൽ കോഴ്സ് മാറണമെങ്കിൽ അങ്ങനെ മാറാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.